നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും രാവിലെ 4 മണി മുതൽ 6 മണി വരെ നമ്മളുടെ പൂജ ഉണ്ടായിരിക്കുന്നതാണ്. ആ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജനന വർഷം, ജനന തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വേദജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രാഹു. ജ്യോതിഷത്തിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും രാഹുകാലം നോക്കിയാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. രാഹുകാലം എന്നാൽ ഒരു ദിവസത്തിലെ ഏറ്റവും മോശമായ അല്ലെങ്കിൽ അശുഭകരമായിട്ടുള്ള സമയമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുതിയ കാര്യങ്ങളോ ശുഭകാര്യങ്ങളോ ഒന്നും തന്നെ ഈ സമയത്ത് തുടങ്ങാൻ ഉചിതമല്ല. ജീവിതത്തില് പലതരം തടസ്സങ്ങളും പ്രശ്നങ്ങളും ചിന്തകളും അനാരോഗ്യകരമായിട്ടുള്ള ആസക്തികളും നൽകുന്ന ഒരു ഗ്രഹമാണ് രാഹു. ആശ്വാസകരമായിട്ടുള്ള ആഗ്രഹങ്ങള്, പെട്ടെന്നുള്ള പ്രസിദ്ധി, വിചിത്രവും ഹിതകരവുമല്ലാത്ത തെരഞ്ഞെടുപ്പുകൾ, പെട്ടെന്നുള്ള കുപ്രസിദ്ധി, വിചിത്രവും ഹിതകരവുമല്ലാത്ത തെരഞ്ഞെടുപ്പുകൾ എന്നിവയെല്ലാം രാഹുവിന്റെ സ്വാധീനം നിമിത്തം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ രാഹുവിനെ എല്ലാ തെറ്റായ തീരുമാനങ്ങൾക്കും നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട്. രാഹു മൂലം ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണ് രാഹുവിന്റെ മന്ത്രം. വളരെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. തെറ്റായ വഴിയിലേക്ക് പോകുന്ന ഒരാൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രകാശം പോലെയാണ് രാഹുഗ്രഹ മന്ത്രം എന്ന് പറയുന്നത്. രാഹുവിന്റെ പ്രവചനാതീതമായിട്ടുള്ള സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. വളരെ ലളിതമായ എന്നാൽ അതിശക്തമായിട്ടുള്ള മന്ത്രമാണ് രാഹുഗ്രഹ മന്ത്രം എന്ന് പറയുന്നത്. സംസ്കൃത പാണ്ഡിത്യമോ വലിയ അറിവോ ഒന്നുമില്ലാതെ ഈ മന്ത്രം ചൊല്ലുവാനും മനസ്സറിഞ്ഞ് ഉരുവിടുവാനും ഇത് സാധിക്കുന്നതാണ്. ഇതിന്റെ ഗുണങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതിസന്ധികൾ നൽകുന്ന ഒരു ഗ്രഹമാണ് രാഹു. ചിലപ്പോൾ രാഹു കാരണം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ വലിയ വിജയങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാൽ ചിലപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും അതിന്റെ സന്തോഷം അപ്പാടെ മായുന്ന രീതിയിൽ മറ്റൊരു കാര്യവും സംഭവിക്കും. അങ്ങനെയാണ് ഈ രാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് രാഹുവിന്റെ മന്ത്രം വളരെ ഗുണകരമാകുന്നത്. അത് ജീവിതത്തിലും ജോലിയിലുമുള്ള അസ്ഥിരതകള് മാറ്റുവാനും ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാനുള്ള ഊർജവും നൽകും. അമിത ചിന്ത, മനോവിഭ്രാന്തി, പാതിരാത്രിയിലോ അസമയത്തോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചിന്തകള്, ആശങ്കകള് എന്നിവയെല്ലാം രാഹു നിമിത്തമുണ്ടാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോഴൊക്കെ ഈ രാഹുവിന്റെ മന്ത്രം മനസ്സിരുത്തി ജപിക്കാവുന്നതാണ്. മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ അകലുവാനും മനസ്സിന് സമാധാനത്തിലേക്ക് തിരിച്ചെടുക്കുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന മന്ത്രം കൂടിയാണ് രാഹുമന്ത്രം. ജീവിതത്തിൽ അവിചാരിതമായിട്ടുണ്ടാകുന്ന വഴിത്തിരിവുകൾ നൽകുന്നതിന് പിന്നില് രാഹുവാണ്. അത് നല്ലതുമാകാം ചീത്തയുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവുകള്. ഈ ഘട്ടങ്ങളിലൊക്കെ രാഹുവിന്റെ മന്ത്രം ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം നന്നായി പോകുവാൻ അനുഗ്രഹിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കെ സങ്കല്പിക്കാൻ പോലും ആകാത്ത സംഭവങ്ങളൊക്കെ നടക്കുന്നതെല്ലാം ഒഴിവാക്കുന്നതാണ് ഈ രാഹുവിന്റെ മന്ത്രം. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രമാണ്. തോന്നലുകളും ഉൾവിളികളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ രാഹു. മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടി നൽകാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആധികാരികതയൊക്കെ കൈവരുന്നുണ്ട്. ജീവിതത്തിലെ ഹിതകരമല്ലാത്ത ആസക്തികളും അനാരോഗ്യകരമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ഒക്കെ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ രാഹു മന്ത്രം വിശ്വാസമർപ്പിച്ച് ജപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം ദുരാഗ്രഹങ്ങളും ദുർനടപ്പുകൾക്കുമെല്ലാം ഒരു നിയന്ത്രണം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അത്തരം താല്പര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണ്. ജീവിതം ആവേശവും ആസ്വാദ്യകരവുമാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ് രാഹു എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകള് രാഹു ഒരിക്കലും നമ്മളെ ഓർപ്പിക്കാറില്ല. എന്നാൽ രാഹുവിന്റെ ഇടപെടലുകൾ തിരിച്ചറിഞ്ഞ് രാഹു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. ഈ രാഹു മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളൊന്നുമില്ല.
മനസ്സ് ഏകാഗ്രമാക്കി വെച്ച് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ രാഹു മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ രാഹു മന്ത്രം എന്ന് പറയുന്നത് ഓം രാഘവേ നമ എന്ന് ചുരുക്കി ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഓം ഭ്രാം ഭ്രീം ഭ്രൂം രാഘവേ നമ ഇങ്ങനെയും ജപിക്കാവുന്നതാണ്. രാഹു മന്ത്രമെന്നല്ല, ഏത് മന്ത്രം ജപിക്കുമ്പോഴും ശബ്ദം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ജപിക്കുവാൻ. കാരണം പ്രകൃതിയിൽ ശബ്ദം ലയിച്ചാണ് ഇതിന്റെ ശക്തി ഉണ്ടാവുന്നത്. എത്ര തവണ ജപിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നല്ലതാണ്. രാഹു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ്. അത്രയ്ക്ക് ശക്തനാണ് രാഹു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.